ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. ഇന്ന് പകൽക്കാലം അധരം തുറന്ന് പറഞ്ഞേ ആമേൻ. ആ വാക്യത്തെ എന്നോട് ചേർന്നൊന്ന് വായിച്ചേ. ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. ഇത് എന്നെക്കുറിച്ച് ദൈവം പറയുന്നതാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ദൈവം എന്നിൽ സന്തോഷിച്ച് എനിക്ക് ഗുണം ചെയ്യും. പറഞ്ഞേ, ദൈവം എന്നിൽ സന്തോഷിച്ച് എനിക്ക് ഗുണം ചെയ്യും. ആമേൻ. ദൈവം സങ്കടത്തോടെ പോകുന്നെങ്കിൽ പോകട്ടെ, അങ്ങ് വിട്ടുകളഞ്ഞേക്കാം, ഈ ശല്യമാണല്ലോ എന്ന് ചിന്തിച്ച് എനിക്കെന്തെങ്കിലും ചെയ്തു തരുമെന്നല്ല, പകരം ദൈവം സന്തോഷത്തോടെ, ദൈവം ഒത്തിരി ആനന്ദത്തോടെ ദൈവം എനിക്കെന്ത് ചെയ്യും? ഒരു ഗുണം, എനിക്കൊരു നന്മ ചെയ്യും. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ട് തരുന്നത് പോലെ, ആമേൻ, ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് കൊണ്ട് തരുന്നത് പോലെ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ട് തരുന്നത് പോലെ ഒത്തിരി സന്തോഷിച്ച് ദൈവം എനിക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുക. ഞാൻ കാണാൻ പോകുന്ന നന്മ, ഞാൻ അനുഭവിക്കാൻ പോകുന്ന നന്മ, എൻ്റെ ദൈവം ഭയങ്കര സന്തോഷത്തോടെ എന്നിൽ ചെയ്യാൻ പോകുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കാം. 2026 ദൈവം തൻ്റെ സന്തോഷത്തിനകത്ത്, ദൈവം തൻ്റെ സന്തോഷത്തിൻ്റെ തൻ്റെ ആ നല്ല ആഗ്രഹത്തോടുകൂടെ എനിക്കൊരു ഗുണം ചെയ്യും. ഞാൻ അതിൽ നിന്നൊരു കാര്യം പറയട്ടെ. ആമേൻ. ദൈവത്തിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട്, ആമേൻ, നിൻ്റെ പിതാക്കന്മാരെയോ നിൻ്റെ കുടുംബക്കാരെയോ ഓർത്ത്, അല്ലെങ്കിൽ ഇന്നലകളിലെ നിൻ്റെ അനുഭവത്തെ ഓർത്ത്, ലോകത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് തൻ്റെ നാമത്തെ കളയാൻ കഴിയാത്തത് കൊണ്ട്, വല്ല വിധത്തിൽ നിനക്ക് എന്തെങ്കിലും തന്ന് ഒഴിപ്പിക്കുന്ന ഒരു അനുഗ്രഹമല്ല എനിക്ക് വേണ്ടത്. അവൻ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ, ആമേൻ, വിത്ത് പ്രൗഡ്, അങ്ങനെ കർത്താവ് സന്തോഷത്തോടെ പ്രൗഡായിട്ട് എനിക്കൊരു നന്മ തരണോ. അതാണ് ഈ 2026 ഞാൻ പ്രാപിക്കാൻ പോകുന്നത്. ദൈവം സന്തോഷിച്ച് ചിലത് എൻ്റെ കയ്യിൽ തരോ, ദൈവം സന്തോഷിച്ച് എൻ്റെ കയ്യിൽ ചിലത് തരോ. വിശ്വാസത്തോടെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ ഗുണത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ എന്ത് ചെയ്യും? ഈ ദേശത്തിൽ നടും. ഇന്ന് പകൽക്കാലം അതാണ് എൻ്റെ വിഷയം. ദൈവം നടും, ദൈവം നടും. വായി തുറന്ന് പറഞ്ഞേ, ദൈവം നടും, ദൈവം നടും. ഇതിനകത്ത് ദൈവം ചിലരെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. ചില കുടുംബങ്ങൾ പ്ലാൻ ചെയ്യപ്പെടാൻ പോകുന്നു, ചില കുഞ്ഞുങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നു, ചിലർ ശുശ്രൂഷകളിൽ പ്ലാൻ ചെയ്യപ്പെടാൻ പോകുന്നു, ചിലർ ദേശത്ത് പ്ലാൻ ചെയ്യപ്പെടാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം സഭയോടുള്ള ദൂതിതാകുന്നു, ദൈവം നിന്നെ പ്ലാൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ദൈവം നിന്നെ നടാൻ പോകുന്നു, ദൈവം നിന്നെ നടാൻ പോകുന്നു. നീ ഒരു വിത്തായിട്ട് ഇനി കളപ്പുരയിൽ ഇരിക്കത്തില്ല. വിത്തെടുത്ത് മുളപ്പിച്ച് കുഴികുത്തി ദൈവം അത് നടാൻ പോവുകയാണ്. ദൈവം നടാൻ പോവുകയാണ്. ദൈവം നടാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞു, ആമേ, ശത്രു ബെറിയൽ എന്ന് പറഞ്ഞത് പലതോ നിന്റെ പ്ലാന്റിങ് ആയിരുന്നുവെന്ന്. ആമേൻ. അവൻ ബെറിയൽ എന്ന് പറഞ്ഞത്, നിന്നെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞതൊക്കെ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? നിന്നെ നടുകയായിരുന്നു. ഇന്നലകളിലെ ബെറിയലുകൾക്കപ്പുറം ദൈവം നിന്നെ നടാൻ പോകുന്നു. ഇന്ന് പകൽ വിശ്വസിച്ച് അധരം തുറന്ന് അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞ്, ദൈവം നമ്മളെ നടാൻ പോവുകയാണ്, ദൈവം നമ്മളെ നടാൻ പോവുകയാണ്, ദൈവം നമ്മളെ നടാൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ മനുഷ്യന് നൽകുന്ന, ബൈബിൾ ദൈവവചനം മനുഷ്യന് നൽകുന്ന ഒരാലങ്കാരിക രൂപം വൃക്ഷമെന്നുള്ളതാണ്. ആമേൻ. ദുഷ്ടനെ കുറിച്ച് പറയുകയാണ്, അവൻ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുക. പക്ഷെ പിന്നെ ഞാൻ പോയപ്പോൾ എന്തില്ല, അവിടെ അവനെ കാണാൻ കഴിയുന്നില്ല. മോവാബ് സമഭൂമിയിൽ താഴ്വരയിൽ പരന്നിരിക്കുന്ന ഇസ്രായേൽ ജനതയെ ദൂരത്തു നിന്ന് നോക്കിയിട്ട്, മോവാബിൽ നിന്ന് പുറപ്പെട്ടു വന്ന ബലയാം, ആമേൻ, ശിലാഗ്രഹങ്ങളിൽ പണിതുറപ്പിച്ച ബലിപീഠങ്ങൾ കരികെ കണ്ണടച്ചിരിക്കുമ്പോൾ അവൻ ഇസ്രായേലിനെ നോക്കിയിട്ട് പറയുകയാണ്. സംഖ്യാപുസ്തകം 24 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ ഇസ്രായേലിനെ കാണുമ്പോൾ ഒരു മനുഷ്യരുടെ കൂട്ടമായിട്ടല്ല കാണുന്നത്, പകരമോ ഞാൻ ഇസ്രായേലിനെ നോക്കുമ്പോൾ 3 ലെവലിലാണ് അവരെ കാണുന്നത്. എന്താണെന്നറിയാമോ? 1, നദീതീരത്തെ ഉദ്യാനം പോലെ ഞാൻ അവരെ കാണുകയാണ്. 2, യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷം പോലെ. 3, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ. ആമേൻ. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന്
നിന്ന് ആമേൻ ബലയാം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൂട്ടം പ്രവാസികൾ പലായനം ചെയ്തു വന്നവരെ അല്ല കാണുന്നത്. ഒന്നാമതായി അവരിലേക്ക് നോക്കുമ്പോൾ ആമേൻ നദീതീരത്തെ ഉദ്യാനം പോലെ. എന്താണ് നദീതീരത്തിൻ്റെ ഉദ്യാനം എന്നറിയാമോ? സ്തോത്ര. നദീതീരത്തല്ലാത്തൊരു ഉദ്യാനമാണെങ്കിൽ സീസൺ അനുസരിച്ച് ഇതിന് എന്ത് സംഭവിക്കുമെന്നറിയാമോ? സീസൺ അനുസരിച്ച് ഇതിന് വാടുകയും വളരുകയും ചെയ്യും. പക്ഷെ നദീതീരത്തെ ഉദ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് സ്പ്രിംഗ് ആകട്ടെ ഓട്ടമാകട്ടെ ഏത് സാഹചര്യങ്ങളിലോ കാലങ്ങൾ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലോ അതിൻ്റെ കളർഫുൾനെസ്, അതിൻ്റെ ബ്യൂട്ടി അത് കുറയത്തില്ല. അപ്പോൾ ബലയാമിനൊരു കാര്യം പറഞ്ഞു, ദൈവത്തിൻ്റെ ഉദ്യാനങ്ങളെ സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല. സുഖം വന്നാലും ദുഃഖം വന്നാലും അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറയ്ക്കാൻ കഴിയത്തില്ല. കഷ്ടം വന്നാലും നഷ്ടം വന്നാലും അവൻ്റെ സൗന്ദര്യത്തെ കുറച്ച് കളയാൻ കഴിയത്തില്ല. രണ്ടാമതായി പറയുകയാണ്, നദീതീരത്തെ ഉദ്യാനം പോലെ മനോഹാരിത മാത്രമല്ല യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ആരാണ് ചന്ദനവൃക്ഷങ്ങൾ ഉപയോഗിക്കുന്നതെന്നറിയാമോ? ചന്ദനവൃക്ഷങ്ങൾ ഇന്നും ചന്ദനം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ചന്ദനം ഉപയോഗിക്കുന്നത് രണ്ടുപേരാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, രാജാക്കന്മാർ അവരുടെ അരമനയുടെ സുഗന്ധത്തിന് വേണ്ടി. രണ്ട്, ആലയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കകത്ത്. അപ്പോൾ മഹാപുരോഹിതനായിരിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ദൈവ തൻ്റെ ആരാധനയ്ക്ക് വേണ്ടി ആമേൻ നട്ടിരിക്കുന്നതായ വൃക്ഷങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു അന്യാരാധനയുടെ ശക്തിക്ക് അവനെ തൊടാൻ കഴിയത്തില്ല. അവനെ ദൈവം നട്ടിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. രണ്ട്, ചന്ദനവൃക്ഷം സാധാരണക്കാരന് നട്ടുവളർത്താൻ കഴിയത്തില്ല. അത് രാജാവിൻ്റെ അരമനയ്ക്കകത്ത് സുഗന്ധം പുറപ്പെടുവിക്കാൻ. അപ്പോൾ വിളിച്ചു പറയുക, അവനൊരു സാധാരണ മനുഷ്യനല്ല. വിലപിടിപ്പുള്ള ചന്ദനവൃക്ഷ അതേ കയറി വെട്ടാൻ കഴിയത്തില്ല. അതിനെ നട്ടതാരാണ്? ദൈവമാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതല് മോവാബ് മരുഭൂമിയിൽ വരണ്ട നിലത്ത് കൂടാരം അടിച്ചു കിടക്കുന്ന ഇസ്രായേലിനെ നോക്കിയിട്ട് മോവാബിലെ ബലയാം വിളിച്ചു പറയുകയാണ്, ദൈവം നട്ട ചന്ദനമരമോ അവൻ തൊടാൻ പറ്റുമോ? ഒരു കൊമ്പ് മുറിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ? ഇന്ന് പകൽ നീ ആരാണെന്ന് തിരിച്ചറിയണോ? നീ ദൈവം നട്ട ചന്ദനമരമാണ്. നീ ദൈവം നട്ട ചന്ദനമരമാ. ഒരുത്തനും ഒരു കൊമ്പ് മുറിക്കാൻ പറ്റുകയില്ലെന്നേ. യെസ്, ഇന്ന് പകൽ കരമടിച്ച് സ്തോത്രം പറ, ഞാൻ ദൈവം നട്ട ചന്ദനമരമാ. ലംധനം പ്രവാചകം പ്രൗഢമർത്ഥേനി ലഗതം ജനാദരം പ്രൗഢമശ്മരാധനം പ്രഭക്കത്താനിയ ലാദര കടക്കത്താനിയ. ഒരു കൊമ്പ് വെട്ടത്തില്ല, ഒരു തോല് പൊളിക്കത്തില്ല. കാരണം ഉടയവൻ അതൊരു പർപ്പസോടുകൂടെ നട്ടതാ. എന്ന് പറഞ്ഞാൽ അത് വെറുതെ മുളച്ചു വന്നതല്ല. അത് ഏതെങ്കിലും പക്ഷി കാഷ്ടിച്ചപ്പോൾ കാഷ്ടത്തിനകത്തുനിന്ന് മുളച്ചു വന്നതല്ല. അത് ഏതെങ്കിലും വിൻഡ് കൊണ്ടുവന്ന പോളൻ ഗ്രെയിൻസിനകത്തുനിന്ന് മുളച്ചു വന്നതല്ല. അത് ദൈവ നിർണയത്തോടുകൂടെ നട്ടതാണ്. ഇന്ന് പകൽക്കാല നീ ഒരു പർപ്പസ്ഫുൾ ജനറേഷനാണ്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞിട്ട് ഏതെങ്കിലും മനുഷ്യന്റെ പദ്ധതിക്കകത്തല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ്. ഉദ്യാനം, ചന്ദനവൃക്ഷം. മൂന്നാമതായി പറയുകയാണ്, ജലത്തിൻ്റെ അന്തികെ നിൽക്കുന്നതായ ദേവദാരുക്കൾ. ദേവദാരുക്കളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? 92 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീതിമാൻ പന പോലെ തഴയ്ക്കോ, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അപ്പോൾ വളർച്ചയിൽ ഏറ്റവും ഉയർച്ച പ്രാപിക്കുന്നത് ഏതാണെന്നറിയാമോ? ദേവദാരുവാണ്. എന്നിട്ട് പറയുകയാണ്, അവനെ പോലെ ഉയർച്ച പ്രാപിക്കുവാൻ, അവനെ പോലെ ചെഴുപ്പ് പ്രാപിപ്പാൻ ആർക്കും കഴിയത്തില്ല. കാരണം ഞാൻ ഇസ്രായേലിനെ നോക്കുമ്പോൾ ജലാന്തികയുള്ള ദേവദാരു പോലെ. ഇന്ന് പകൽക്കാല ജലാന്തികയുള്ള ദേവദാരു അതിൻ്റെ റിസോഴ്സസുകളെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? വരണ്ട നിലത്തുള്ള ഒരു ദേവദാരുവാണെങ്കിൽ അവൻ്റെ ഇറിഗേഷനെ ക്ലോസ് ചെയ്യാൻ കഴിയോ? അവൻ്റെ സീസണുകളിൽ അവനെ ഒതുക്കാൻ കഴിയോ? പക്ഷേ വെള്ളത്തിൻ്റെ അരികത്ത് നിൽക്കുന്നതായ ഒരു ദേവദാരുവിൻ്റെ റിസോഴ്സസ്, നിന്റെ റിസോഴ്സസിനെ കുറിച്ച് നിനക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. ദൈവം തുറന്നതാണ് നിന്റെ റിസോഴ്സസുകൾ. ഉലകത്തിലെ ഒരു ശക്തിക്ക് അടയ്ക്കാൻ കഴിയാത്ത ദൈവ നന്മകൾ. നീ ഒരു ദേവദാരുവാണ്. നിന്നെ നട്ടിരിക്കുന്നത് ജലത്തിന്റെ അന്തികയാണ്. നിന്റെ റിസോഴ്സസിനെ ബ്ലോക്ക് ചെയ്യാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയുകയില്ല.
യാക്കോബ് തന്റെ 12 മക്കളെയും വിളിച്ച് അനുഗ്രഹിച്ചോ. സിംഹത്തോട് ഉപമിച്ചു, പേടമാനോട് ഉപമിച്ചോ, പലതിനോട് ഉപമിച്ചോ, ചെന്നായോട് ഉപമിച്ചു. പക്ഷേ വാഗ്ദത്തം കിടക്കുന്ന, വെളിപ്പാട് കിടക്കുന്ന, ദർശനം കിടക്കുന്ന, അധികാരം കിടക്കുന്ന, അഭിഷേകം കിടക്കുന്ന യോസഫിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ യാക്കോബ് വിളിച്ചു പറയുകയാണ്, യോസഫേ, നിന്നെ കണ്ടിട്ട് എനിക്ക് ചെന്നായും സിംഹമെന്നും ഒന്നുമല്ല തോന്നുന്നത്. യോസേഫ്, നീ ആഴത്തിൽ വേരുറച്ച് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന തലയെടുപ്പുള്ള ഒരു വൃക്ഷം പോലെയാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 വാക്യത്തിൽ വയോവൃദ്ധനായിരിക്കുന്ന യാക്കോബ് തന്റെ മകൻ യോസഫിനെ വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, എൻ്റെ മകൻ യോസഫിനെ കണ്ടോ, ഫലപ്രദമായിരിക്കുന്ന ഒരു വൃക്ഷം, നീരുറവിനരികെ അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം. ഒന്നാമതായി പറയുകയാണ്, യോസഫ് ഫലമുള്ളവനാണ്. 2, അവന്റെ ഫലം എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുക. കാരണം അവൻ ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവനാണ്. 3-മതായി പറയുകയാണ്, ശത്രുക്കൾ അവന്റെ നേരെ മതിൽ കെട്ടി പൊക്കിയാൽ അവന്റെ കൊമ്പ് മതിലിന്റെ മേൽ പടരോ. ഇന്ന് പകൽ നീ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. നിന്റെ വേരുകൾ ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ, നിന്റെ കൊമ്പുകൾ മതിലുകളെ മറികടക്കോ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, വേരുകൾ നനവിനകത്താണെങ്കിൽ, വേരുകൾ നീരുറവിനരികയാണെങ്കിൽ, വേരുകൾ പരിശുദ്ധാത്മാവിന്റെ നീരുറവിനരികയാണെങ്കിൽ, വേരുകൾ വിശ്വാസത്തിന്റെ, അഭിഷേകത്തിന്റെ നീരുറവിനരികയാണെങ്കിൽ, നിന്റെ കൊമ്പുകൾ പ്രതിസന്ധിയുടെ, പ്രതികൂലത്തിന്റെ മതിലുകൾക്ക് മീതെ. There may be walls against you, but your branches shall run over it. നിന്റെ മുൻപാകെ വൻമതിലുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിന്റെ കൊമ്പുകൾ അതിനു മീതെ പടരും. മതിലുകൾക്ക് തടയാൻ കഴിയാത്ത ഉയർച്ച പ്രാപിക്കുന്ന പ്രമാശക പ്രവർത്താനി, പൊട്ടക്കുഴിയുടെ മതിലിനോ, പൊത്തിഫറിന്റെ മതിലിനോ, കാരാഗ്രഹത്തിന്റെ മതിലിനോ അപ്പുറം മിസ്രൈമിന്റെ കൊട്ടാരത്തിൽ തലയെടുപ്പോടുകൂടെ നിൽക്കുന്ന ജാതികൾ വണങ്ങുന്ന യോസഫിനെ നോക്കിയിട്ട് യാക്കോബ് പറഞ്ഞു, മതിലുകൾക്ക് മീതെ. ദൈവം നടുകയാണ്, ദൈവം നടുകയാണ്, ദൈവം നടുകയാണ്, ദൈവം നടുകയാണ്, നിന്നെ നടുകയാണ് ദൈവം. ആമേൻ. ചിലർ ചിന്തിച്ചേക്കാം അത് നിന്റെ ശവക്കുഴിയാണെന്ന്, ചിലർ ചിന്തിച്ചേക്കാം നിന്നെ ഇട്ട് മൂടുകയാണെന്ന്. അല്ല, അത് ദൈവം നിന്നെ നടുകയാണ്. നിന്റെ വേര് നീരുറവിൻ്റെ അരികെ, നിന്റെ കൊമ്പുകൾ മതിലിനപ്പുറം. ഒരു മിനിറ്റ് കരമടിച്ച് അന്യഭാഷകളിൽ സംസാരിച്ചേ, കരമടിച്ച് അന്യഭാഷകളിൽ. Jesus. ദൈവം ഒരുത്തനെ നടുവെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില അർത്ഥങ്ങളുണ്ട്. ഞാൻ വേഗത്തിൽ അതിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ദൈവം ഒരുത്തനെ നടും, ചുമ്മാതെ ദൈവം ഒരുത്തനെ നടത്തില്ല. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ ദൈവം പ്രവാചകൻ മുഖാന്തരം ദാവീദിനോടൊരു മെസ്സേജ് കൺവേ ചെയ്യുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും, ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകിപ്പോകാതിരിക്കവണ്ണം അവരെ നടുകയും ചെയ്യും. അപ്പോൾ ദൈവം നടുന്നതിന് മുന്നമേ എന്തു ചെയ്യും? നടുന്നതിന് മുന്നമേ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. ആ കൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥലത്തിന് പിന്നെ എന്തുമായിരിക്കും പേർ പറയുന്നത്? അവരുടെ സ്വന്തം സ്ഥലം. ആരൊക്കെ വന്നാലും അവിടെ നിന്ന് അവനെ ഇളക്കിക്കൊണ്ട് പോകാനും കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവം നിന്നെ നടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം the Lord shall allot a place, appoint a place for you. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഒരു രാജ്യത്ത് നടുമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൽ നിനക്കൊരു സ്ഥലം കൽപ്പിച്ചു തരും.
നീ അധ്വാനിച്ച് മേടിക്കുമെന്നല്ല പറഞ്ഞത്, നീ വായ്പ എടുത്ത് മേടിക്കുമെന്നല്ല പറഞ്ഞത്, നീ കഷ്ടപ്പെട്ട് വിലപേശുമെന്നല്ല പറഞ്ഞത്. പകരം ദൈവം നിനക്ക് ഒരു പ്ലേസ്, ഒരു ലാൻഡ്, ആമേൻ, ദൈവം നിനക്ക് അലോട്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്ത് തരോ. എന്നിട്ട് പറയോ, നീ അവിടെ സ്വന്തം എന്ന് പറയോ, അത് എൻ്റേതെന്ന് പറയോ, അവിടെ നിന്ന് ചലിക്കുകയുമില്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നീ പാർക്കുന്ന ദേശത്തിൽ, നീ പാർക്കുന്ന വീട്, അത് ദൈവം നിന്നെ നട്ടതാണെങ്കിൽ നീ തിരിച്ചറിയണം, അതാരുടെ ഔദാര്യമല്ല, അത് ദൈവം നിനക്ക് കൽപ്പിച്ചു തന്ന സ്ഥലമാണ്. നീ പാർക്കുന്ന രാജ്യം, അത് ദൈവം നിന്നെ അവിടെ കൽപ്പിച്ച്, നീ പാർക്കുന്ന ആ ഭൂമി ദൈവം നിനക്ക് അപ്പോയിന്റ് ചെയ്ത സ്ഥലമാണ്. ഒരുത്തന് നിന്നെ പറിച്ചു കളയത്തില്ല. നീ ഇരിക്കുന്ന ഓഫീസ്, നീ ഇരിക്കുന്ന പൊസിഷൻ, അത് ഒരുത്തൻ്റെ ഔദാര്യമല്ല, അത് ദൈവം നിനക്ക് അപ്പോയിന്റ് ചെയ്ത പ്ലേസ് ആണെങ്കിൽ യേശുവിൻ രക്തത്തിൽ ജയം, ആമേൻ, അത് നിന്റെ സ്വന്തമായിരിക്കുക. അവിടെ നിന്ന് ഒരുത്തന് നിന്നെ പറിച്ചു കളയത്തില്ല, അവിടെ നിന്ന് ഒരുത്തന് നിന്നെ ഇളക്കി കളയത്തില്ല. നീ അവിടെ നടപ്പെട്ടവനാണ്. ഇന്ന് പകൽ ഞാൻ നിന്നോട് ചോദിക്കുന്ന ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ നട്ടയാണോ? നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ നട്ടതാണോ? നീ ആയിരിക്കുന്ന വീട്ടിൽ ദൈവം നിന്നെ നട്ടതാണോ? നീ ആയിരിക്കുന്ന ലാൻഡ് ഏരിയയിൽ ദൈവം നിന്നെ നട്ടതാണോ? നീ ആയിരിക്കുന്ന ശുശ്രൂഷയിൽ ദൈവം നിന്നെ നട്ടതാണോ? നീ ആയിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ദൈവം നിന്നെ നട്ടതാണോ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയാ, ദൈവം നിന്നെ ഒരു സ്ഥലത്ത് നട്ടാൽ അത് നിന്റെ സ്വന്തമായിരിക്കുക. ദൈവം നിന്നെ ഒരു സ്ഥലത്ത് നട്ടാൽ അത് നിന്റെ സ്വന്തമായിരിക്കുക. അത് ഒരുത്തൻ്റെ ഔദാര്യത്തിലല്ല, അത് ദൈവം കൽപ്പിച്ച സ്ഥലമാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു, ഐ ആം ഇൻ ദ അപ്പോയിന്റഡ് പ്ലേസ്? ദൈവം പ്ലാൻ ചെയ്തവൻ എവിടെയാണ്? അവൻ അപ്പോയിന്റഡ് പ്ലേസിലാണ്. ഏത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ മാറിയാൽ, ഏത് എക്കണോമിയുടെ സിസ്റ്റം മാറിയാൽ അവൻ അവിടെ നിന്ന് മൂവ് ചെയ്യത്തില്ല. കാരണം ഏത് ഇമിഗ്രേഷൻ നിയമങ്ങൾ മാറിയാൽ, ഏത് സംഗതികൾ മാറിയാൽ, ദൈവം അപ്പോയിന്റ് ചെയ്ത പ്ലേസിനകത്താണ് നീ എന്നുള്ളതിൻ്റെ, ദൈവം നട്ടവനാണ് നീ എങ്കിൽ, അത് ദൈവം അപ്പോയിന്റ് ചെയ്ത പ്ലേസ് ആണെങ്കിൽ അവിടെ നിന്ന് ചലിക്കത്തില്ല. ജീസസ് ഇസ്രായേലിനെ നോക്കിയിട്ട് ദൈവം പറയാ, ഞാൻ അവനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും, ഞാൻ അവനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. ഇസ്രായേൽ മിസ്രൈമിൽ ചെന്നപ്പോൾ ഫറവോനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുത്തു, ഗോശേൻ. 400 സംവത്സരം അവിടെ താമസിച്ചു. പക്ഷെ 400 സംവത്സരത്തെ ബ്രാക്കറ്റിലേ അവൻ അവിടെ താമസിക്കത്തുള്ളൂ. ജീസസ്. പക്ഷേ 400 സംവത്സരം കഴിഞ്ഞവൻ വരുമ്പോൾ, 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവൻ്റെ പിതാക്കന്മാർ വെറും തരിശായി ഇട്ടിട്ട് പോയ ഇടം ഇപ്പോൾ പാലും തേനും ഒഴുകുകയാ. കർത്താവ് പറഞ്ഞു, നീ കയറിക്കോ, ഞാനത് നിനക്ക് അവകാശമായി തരാം. യോശുവയും കാലേബും വിളിച്ചു പറഞ്ഞു, ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ദേശത്തെത്തും, നമ്മൾ അതിനെ അവകാശമാക്കുക. കാരണം നമ്മുടെ പിതാക്കന്മാരെ ദൈവം അവിടെ നട്ടതാണ്, നമ്മുടെ പിതാക്കന്മാരെ ദൈവം അവിടെ നട്ടതാണ്. ഇന്ന് പകൽക്കാല ഒരു ജോഗ്രഫിക്കൽ വെല്ലുവിളിയോ, ഒരു ടെറിട്ടോറിയൽ വെല്ലുവിളിയോ, ഒരു ഭൂമിയുടെ പോര് നിന്റെ മേൽ അടിക്കത്തില്ല. കാരണം നിന്നെ നട്ടത് ദൈവമാണെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം ദൈവം നിനക്ക് കൽപ്പിച്ചു തന്നതാണ്. ജീസസ്. ആമേൻ. അപ്പം ദൈവം നടുക എന്ന് പറഞ്ഞാൽ, ദൈവം നടുക എന്ന് പറഞ്ഞാൽ ആ പ്ലേസ് അവന് ആ സ്ഥലം അവന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. 2, ദൈവം ഒരുവനെ നടുക എന്ന് പറഞ്ഞാൽ, ആമോസിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും, ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. മതി, ആമേൻ. അവിടെ പറയുകയാണ്, ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ദൈവം അവരെ ദേശത്ത് നട്ടാൽ എന്തോ സംഭവിക്കുമെന്നറിയാമോ? ഇനി 14-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. 14-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവർ പണിതു പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം. ദൈവം ഒരുത്തനെ ഒരു ദേശത്ത് നട്ടാൽ ആ ദേശത്തിൽ ഇവനും എന്തോ ചെയ്യും? നടും. അവർ പണിതു പാർക്കും, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും, ആമേൻ, തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം അനുഭവിക്കും. പട്ടണം പണിയും, മുന്തിരിത്തോട്ടം പണിയും, ഫലങ്ങളുള്ള തോട്ടം പണിയും. ഈ തോട്ടങ്ങൾ മുഴുവൻ എപ്പോഴാണ് തോട്ടമാവുന്നതെന്നറിയാമോ?
അതിനകത്ത് നടുമ്പോൾ, അത് കിളിർക്കുമ്പോൾ, ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഒരിടത്ത് നട്ടാൽ നീ അവിടെ നടും, നീ അവിടെ നിന്ന് വിളവ് കൊയ്യുകയും ചെയ്യും. ആമേൻ. എന്ന് പറഞ്ഞാൽ നീ ദൈവം നിന്നെ നട്ട ഒരിടത്ത് നീ പ്രോസ്പർ ചെയ്യും. അതിനെ പ്രോസ്പർ ചെയ്യാതിരിപ്പിക്കുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവം ഒരുത്തനെ ദേശത്ത് നട്ടാൽ അവൻ ആ ദേശത്ത് വെറുതെ ഇരിക്കത്തില്ല, അവൻ ആ ദേശത്ത് നട്ടുകൊണ്ടേയിരിക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം ഒരുത്തനെ ഒരു ദേശത്തിലാക്കിയാൽ ആ ദേശത്തിൽ അവൻ നട്ടുകൊണ്ടേ ഇരിക്കുക. അത് ശുശ്രൂഷയാണെങ്കിൽ ദൈവം ഒരുത്തനെ ഒരു ദേശത്താക്കിയാൽ അവൻ്റെ ശുശ്രൂഷ വളർന്നുകൊണ്ടേ ഇരിക്കുക. അവൻ്റെ മേൽ കിടക്കുന്ന അഭിഷേക ദൈവം അവനെ നട്ടതാണെങ്കിൽ ആ ദേശത്ത് ദൈവപ്രവൃത്തി സംഭവിച്ചു കൊണ്ടേ ഇരിക്കുക, ജനം പെരുകിക്കൊണ്ടേ ഇരിക്കുക. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, ദൈവം നട്ടവൻ ദേശത്ത് നടും. നീ പ്ലാൻ ചെയ്യപ്പെട്ടവരാണെങ്കിൽ നീ ചിലരെ പ്ലാൻ ചെയ്യും. ആമേൻ. ഞാനതിനെ മറ്റൊരു സാഹചര്യത്തിൽ പറയാം. നീ പ്ലാൻ ചെയ്തവനാണെങ്കിൽ നീ വേറൊരുത്തനെ എന്ത് ചെയ്യത്തില്ല, പറിച്ചു കളയത്തില്ല. ദൈവം നിന്നെ പ്ലാൻ ചെയ്തതാണെങ്കിൽ നീ മറ്റൊരാളെ അങ്ങോട്ട് എന്ത് ചെയ്യോ, പ്ലാൻ ചെയ്യോ. ദൈവം നിന്നെ ഈ സഭയിൽ പ്ലാൻ ചെയ്തതാണെങ്കിൽ നീ ഇതിനകത്തൊരുത്തൻ്റെ വേര് പറിക്കാൻ നിൽക്കത്തില്ല, നീ ഇതിനകത്തൊരുത്തൻ്റെ കൊമ്പ് വെട്ടാൻ നിൽക്കത്തില്ല. പകരം കൊമ്പ് വെട്ടാൻ നിൽക്കുന്നവനെ വെട്ടിയിട്ട് ദൈവം നടുവാൻ ഏൽപ്പിച്ചവനെ നീ ഇതിനകത്ത് ഉറപ്പിക്കോ. ഞാൻ ഒന്നുകൂടെ പറയാ, ദൈവം നിന്നെ ഇതിനകത്ത് പ്ലാൻ ചെയ്തതാണെങ്കിൽ നീ ചിലരെ ഇതിനകത്ത് പ്ലാൻ ചെയ്യും. യെസ്, ദൈവം നിന്നെ ഇതിനകത്ത് പ്ലാൻ ചെയ്തതാണെങ്കിൽ അതിൻ്റെ അടയാളം നീ ചിലരെ ഇതിനകത്ത് പ്ലാൻ ചെയ്യുക. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, രഹബോത്തിനകത്ത് ഞാൻ എത്ര തയ്യെ നട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? രഹബോത്തിനകത്ത് ഞാൻ ആരെ നട്ടെന്ന് പറയാൻ കഴിയോ? ദൈവം നട്ടവൻ്റെ കൊമ്പ് വെട്ടാൻ, ദൈവം നട്ടവൻ്റെ വേര് മാന്താൻ, ദൈവം നട്ടവൻ്റെ ഇല നോക്കാൻ, ദൈവം നട്ടവൻ്റെ ഫലം നോക്കാനും നടക്കാതെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, രഹബോത്തി വന്നിട്ട് വർഷം ഇത്രയായി, നീ എത്ര പേരെ രഹബോത്തി നട്ടോ? നീ ആരെ ഇതിനകത്ത് കൊണ്ടുവന്നോ? നീ ആരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നോ? നീ ആരെ കർത്താവിങ്കിൽ വളർത്തി? കാഹളം ധ്വനിക്കുമ്പോൾ നിന്റെ പഞ്ചായത്തിൽ നിന്ന് നീ മുഖാന്തരം എത്ര പേർ സ്വർഗത്തിൽ പോകും? നീ മുഖാന്തരം ഈ വർഷം എത്ര പേര് സ്നാനപ്പെട്ടോ? നീ മുഖാന്തരം എത്ര പേര് ഈ വർഷം ദൈവവചനം കേട്ടോ? നീ മുഖാന്തരം എത്ര പേർ ഈ വർഷം മാനസാന്തരപ്പെട്ടു? ദൈവം നിന്നെ നട്ടതാണെങ്കിൽ നീ ദേശത്ത് നടുന്നവനായിരിക്കും. ഓ, ദൈവം നിന്നെ രക്ഷിച്ചതാണെങ്കിൽ നീ അനേകരെ രക്ഷയിലേക്ക് നടത്തുന്നവനായിരിക്കും. യെസ്, ഇഫ് യു ആർ പ്ലാന്റഡ് ബൈ ഗോഡ് യു ഷാൽ പ്ലാന്റ് സംവൺ. നീ ദൈവത്താൽ നടപ്പെട്ടവനാണെങ്കിൽ നീ ചിലരെ കൂടെ ദൈവരാജ്യത്തിൽ നടും. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, നമ്മൾ നടും, നമ്മൾ നടും, നമ്മൾ നടും. ജീസസ്. ആമേൻ. ജീസസ്. അപ്പം ദൈവം നട്ടവൻ എന്ത് ചെയ്യും? നട്ടുകൊണ്ടേയിരിക്കും. അവൻ ഒരു തൈ നടുവെന്നാണോ പറഞ്ഞത്? അവൻ തോട്ടങ്ങളെ തന്നെ നട്ടുണ്ടാക്കും. ജീസസ്. ആമേൻ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവം, ഞാനതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. കനാനിലേക്ക് ചെന്ന വർഷം ജനം നട്ടോ? ഇല്ല. ഒരു വാഗ്ദത്ത ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, ഞാനൊരു ക്ലിയറൻസിന് വേണ്ടി പറയുകയാണ്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്. ഒരു വാഗ്ദത്ത ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, ഒരു നിയോഗത്തിനകത്ത് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യം ദൈവം നമ്മുടെ കയ്യിൽ തരുന്നത് എന്തായിരിക്കും എന്നറിയാമോ? നട്ട ചില ഫലമുള്ളതിനെ തന്നെ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ കൂടെ തരും. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യും? നമ്മളൊരു ദേശത്തെ പിടിച്ചടക്കും. ജീസസ്. ഇന്ന് പകൽ ഞാൻ ധൈര്യത്തോടു കൂടി പറയുന്നു, റഹബോത്തിൻ്റെ പ്രിലിമിനറി സീസണിൽ ദൈവം ഞങ്ങൾക്ക് തന്നതെല്ലാം ഫലമുള്ള നല്ല വൃക്ഷങ്ങളെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി തീഷ്ണതയുള്ള, ദൈവരാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കെൽപ്പും കരുത്തും മനസ്സുമുള്ള, ദൈവരാജ്യത്തിന് വേണ്ടി എന്തും സഹിക്കാൻ, എന്തിനും കൂടെ നിൽക്കാമെന്ന് പറയുന്ന
ചങ്കൂറ്റമുള്ള ദൈവരാജ്യത്തിന് വേണ്ടി കെട്ടുറപ്പുള്ള ചങ്കുറപ്പുള്ള ചിലരെ ആ ദൈവം ഞങ്ങളുടെ കൂടെ തന്നിരിക്കുന്നത്. ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്തനംതിട്ടയുടെ മണ്ണിൽ ദൈവം ഞങ്ങളുമായി കരം കോർത്തിരിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കൽപ്പുള്ളവരെയാ. അത് ദൈവം നൽകിയ കൽപ്പ, അത് ദൈവം നൽകിയ കൃപയാ. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഒരുത്തനെ വിതയ്ക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നത്. ഹോശേയയുടെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം അവിടെ പറയുകയാണ്, ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആകാശത്ത് നിന്ന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. അടുത്തത്, ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും, അവ ഇസ്രായേലിനും ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. കണ്ടോ, ഞാനതിനെ തിരിച്ചു വായിക്കാം. ദൈവം ഒരുത്തനെ ദേശത്ത് ദൈവത്തിനായി വിതച്ചാൽ ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും, അവ ഇസ്രായേലിനും ഉത്തരം നൽകും. ആമേൻ. ദൈവം ഒരുത്തനെ നട്ടാൽ ഭൂമി അവൻ അനുകൂലമായിരിക്കും. സമൂഹം അവൻ ഭൂമി എണ്ണയും വീഞ്ഞും ധാന്യവും അവൻ്റെ മേൽ വന്നുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നിന്നെ നട്ടുവെങ്കിൽ നീ നിൽക്കുന്ന ഇടത്ത് പ്രോസ്പർ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ, സ്വീകരിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ജീസസ്, 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 ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നട്ടവനെന്ന് ദൈവം നമ്മളെ പറയും. ദൈവം നട്ടവനെന്ന് ദൈവം നമ്മളെ പറയും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 3-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗം മാത്രം വായിക്കുകയാണ്. ദൈവം മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. നടുതല എന്ന വാക്കിൻ്റെ അർത്ഥം നടപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. പ്ലാന്റിംഗ് ഓഫ് ദ ലോർഡ്. യഹോവയുടെ നടുതല എന്ന് പറഞ്ഞാൽ ദൈവം നട്ടത്, പ്ലാന്റിംഗ് ഓഫ് ദ ലോർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഭാഷ്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അപ്പം ദൈവം നട്ടവനെന്ന് അവനൊരു അഡ്രസ്സ് കൊടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവം അവനിൽ മഹത്വീകരിക്കപ്പെടേണ്ടതിന്. ദൈവം നട്ടവനാണെങ്കിൽ അവനിൽ എന്ത് ചെയ്യോ? ദൈവം മഹത്വീകരിക്കപ്പെടോ. ആമേൻ. ദൈവം നട്ടവൻ്റെ മേൽ പിശാചല്ല മഹത്വീകരിക്കപ്പെടുന്നത്, ദൈവം നട്ടവൻ്റെ മേൽ ദൈവം മഹത്വീകരിക്കപ്പെടോ. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം നട്ടതാണോ? ദൈവനാമം അവരിൽ മഹത്വീകരിക്കപ്പെടോ. ഞാൻ അതിൻ്റെ ഒരു ക്ലിയർ കട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 6-ാം വാക്യത്തിൽ പറയുകയാണ്, 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടോ എന്ന് പറഞ്ഞാൽ സ്തോത്ര. 3-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ നടുതല എന്ന് പേരാകും. യഹോവയുടെ നടുതല എന്ന് പേരാകും. അവരുടെ പേരെന്താണ്? യഹോവയുടെ നടുതല. ആ നടുതല എന്ന പേരിനെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, അവർക്ക് യഹോവയുടെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവം നട്ടവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുരോഹിതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ നടുക എന്ന് പറഞ്ഞാൽ നിന്റെ മുകളിൽ ദൈവത്തിനൊരു ശുശ്രൂഷയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നട്ടവൻ ദൈവത്തിൻ്റെ പുരോഹിതനാണ്. ദൈവം നട്ടവൻ ദൈവത്തിൻ്റെ പുരോഹിതനാണ്. ഞാൻ മുൻപേ വായിച്ച വേദഭാഗമുണ്ടല്ലോ, അവിടെ ഇങ്ങനെയാണ് ഹോശേയ 2:23 പറഞ്ഞത്. എന്താണ് ഹോശേയ 2:23 പറഞ്ഞത്? ഞാൻ അവരെ എനിക്കായി ദേശത്ത് വിതയ്ക്കാം. ഇന്ന് പകൽ എത്ര പേർ തിരിച്ചറിയുന്നോ? ദൈവം നിന്നെ നീ ആയിരിക്കുന്ന ദേശത്ത് നട്ടത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്തിനു വേണ്ടിയാ ദേശത്ത് നിന്നെ നട്ടത്? നീ ദൈവത്തിൻ്റെ പുരോഹിതനായിരിക്കാൻ, നീ ദൈവത്തിൻ്റെ ഒരു ദൂതനായിരിക്കാൻ, നീ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരിക്കാൻ, നിന്റെ വീട് ദൈവത്തിൻ്റെ ഒരു ക്യാമ്പ് ഹൗസ് ആയിരിക്കാൻ, നിന്റെ ടെറിട്ടറി ദൈവത്തിൻ്റെ ഒരു കോളനി ആയിരിക്കാൻ. യുവർ ഡ്വെല്ലിംഗ് പ്ലേസ് ഷാൽ ബി ദ ഹെവൻസ് കോളനി. ദൈവത്തിന് ഭൂമിയിൽ ഒരു കോളനി ഉണ്ടെങ്കിൽ അത് രഹോബോത്തായിരിക്കും, അത് എൻ്റെ വീടായിരിക്കും, അതെൻ്റെ മുറിയായിരിക്കും, അതെൻ്റെ പ്രാർത്ഥനാ സ്ഥലമായിരിക്കും. യെസ് യെസ് യെസ്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം നട്ടവൻ എന്നുള്ള പേരിൻ്റെ അടുത്ത അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ പുരോഹിതൻ. ദൈവത്തിൻ്റെ പുരോഹിതൻ. ഇന്ന് പകൽ നീ ദൈവം നട്ടവനാണ്
നട്ടവനാണെങ്കിൽ നിന്റെ മേൽ ഒരു പൗരോഹിത്യത്തിന്റെ അഭിഷേകം കിടപ്പുണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ മേൽ ഒരു ശുശ്രൂഷ കിടപ്പുണ്ട്? ദൈവം നട്ടവന്റെ മേൽ ഒരു ശുശ്രൂഷ കിടപ്പുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഉറപ്പായി പറയുന്നു, ചിലരുടെ ശുശ്രൂഷകൾ വെളിയിൽ വരും. യെസ് 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 വാട്ട് ഗോഡ് ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ യു. ദൈവം നിന്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്ത ശുശ്രൂഷ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ എലിവേഷനകത്ത് ഒരു മിനിസ്റ്റീരിയൽ എലിവേഷൻ ഉണ്ട്. യെസ്, ഈ എലിവേഷനകത്ത്, ഈ ഉയർച്ചയ്ക്കകത്ത് ഒരു ശുശ്രൂഷയുടെ ഉയർച്ചയുണ്ട്. നിന്റെ അകത്ത് ദൈവം ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഫറ്റിക്കൽ റല, നിന്റെ അകത്ത് ദൈവം ഇൻവെസ്റ്റ് ചെയ്തതായ കൃപാവരങ്ങളുടെ അഭിഷേകം, നിന്റെ അകത്ത് ദൈവം ഇൻവെസ്റ്റ് ചെയ്ത അഭിഷേകത്തിന്റെ തല, ഇറ്റ് ഷാൽ ബി മാനിഫെസ്റ്റഡ്. ദൈവം നട്ടവനാണോ? നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ദൈവം അപ്പോയിന്റ് ചെയ്ത പ്ലേസിൽ കൊണ്ടുപോയി ആ ശുശ്രൂഷ നിന്നിൽ നിർവഹിക്കുക. ഞാൻ പേഴ്സണലി നിന്റെ അടുക്കൽ ദൂത് പറയുന്നു, ദൈവം അപ്പോയിന്റ് ചെയ്ത സ്ഥലത്ത് നിന്നെ കൊണ്ടുപോയി അവന്റെ ശുശ്രൂഷ നിന്നിൽ നിർവഹിക്കുക. കാരണം നീ ദൈവം നട്ടവളാ, നീ ദൈവം നട്ടവനാ. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ഇഗ്നൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് ലാഭനം ലാഭനം പ്രപഞ്ചാലകം പ്രബന്ധാലകം ചൗടിമ റാത്തിമിനി ഘടകം പ്രമാജകം പ്രൗഢമർത്ഥേനിയ റാലമൗടിമ പ്രവർത്താനി. ഞാൻ സന്തോഷിച്ചവർക്ക് ഗുണം ചെയ്യും. ദൈവ സന്തോഷത്തോടെ എനിക്ക് ചിലത് ചെയ്യും. യെസ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും എന്നെ ദൈവം നടും. അമ്മേ, ഒരു അപ്പോയിൻറ്റഡ് പ്ലേസിൽ ആർക്കും നീക്കിക്കളയാൻ കഴിയാതെ വേണ്ടോ? അമ്മേ അമ്മേ, ഞാൻ പ്രോസ്പർ ചെയ്യപ്പെടത്തക്കവണ്ണം, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യപ്പെടത്തക്കവണ്ണം. ദൈവമൊരുത്തനെ നടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ. ദൈവമൊരുത്തനെ നടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ദൈവം എങ്ങനെയാണ് നടുന്നതെന്നറിയാമോ? സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 44-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. ഓ, നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. നടണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ജാതികൾ പുറത്താക്കപ്പെടണമായിരുന്നു. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, നീ നടപ്പെട്ടതിൻ്റെ പിമ്പിൽ ദൈവം ചില ജാതികളെ നീക്കിക്കളഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞോ നല്ല വക മുന്തിരിവള്ളി നട്ടോ. ആമേൻ. കല്ല് പെറുക്കിക്കളഞ്ഞ് മുന്തിരിവള്ളി നട്ടോ. ജാതികളെ നീക്കിക്കളഞ്ഞ് ദൈവം നട്ടു. മടങ്ങി വന്നട്ടെ 44:2 അവിടെ പറയുകയാണ്, ജാതികളെ നീക്കി ദൈവം നട്ടോ. ഇന്ന് പകൽക്കാല നീ ദൈവം നട്ടവനാണെങ്കിൽ നിനക്ക് വേണ്ടി ചില ജാതികളെ നീക്കിയിട്ടുണ്ട്. പക്ഷേ ജാതികളെ നീക്കിയത് കൊണ്ട് നടപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നട്ട ഇടത്ത് നീ വളരണമെങ്കിൽ, നട്ട ഇടത്ത് നീ പരക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ചില വംശങ്ങൾ കൂടെ നശിപ്പിക്കപ്പെടണോ. ഇന്ന് പകൽക്കാല നട്ട സ്ഥലത്തു നിന്ന് വളരാൻ കഴിയാതെ നിൽക്കുന്ന ചില ദൈവ മക്കളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, ഈ വരുന്ന ദിവസങ്ങളിൽ ആമേൻ, എൻ്റർ ഇൻടു ദ സ്ട്രോങ് ഫാസ്റ്റിംഗ്. നീ ഒരു തകർപ്പൻ ഉപവാസത്തിലേക്ക് കയറ്. ദൈവം നീ വളരാതെ നിൽക്കുന്ന ചില വംശങ്ങളെ ദൈവം നശിപ്പിക്കും. ദൈവം നട്ടവനെതിരെ നിൽക്കുന്ന വംശീയ ശക്തികൾ, ദൈവം നട്ടവനെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഇതാ ദൈവിക അധികാരത്തിൽ ചിതറട്ടെ. യെസ്, ദൈവം ചിലതിനെ അഫ്ലിക്റ്റ് ചെയ്യുന്നു. ദൈവം ചിലതിനെ ജാതികളെ നീക്കി നട്ടു, വംശങ്ങളെ നശിപ്പിച്ചു വളരുമാറാക്കി. ദൈവം നട്ട നിന്നെ ദൈവം വളരുമാറാക്കോ. നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഞങ്ങളെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ച് ഞങ്ങളെ പരക്കുമാറാക്കി. ഇന്നു പകൽ ദൈവം നട്ട ചിലർ
പരക്കപ്പെടാൻ പോവുകയാണ്. ദൈവം നട്ട ചിലർ വിശാലപ്പെടാൻ പോവുകയാണ്. അതിന് ചെറുത്തു നിൽക്കുന്ന, അതിനെതിർത്തു നിൽക്കുന്ന ഇരുട്ടിന്റെ ദുർവ്യാപാരങ്ങൾ ദൈവിക അധികാരത്തിൽ ചിതറിപ്പോ. ജീസസ് നട്ടത് ദൈവമാണോ? വളരുമാറാക്കുന്നത് ആരുടെ കരുണയില? ഒരു മനുഷ്യന്റെ വേണ്ടെന്നേ. ജാതികളെ നീക്കി നട്ട ദൈവം വംശങ്ങളെ നശിപ്പിച്ച് വളരുമാറാക്കും. ഇന്ന് പകൽ എന്നോട് ചേർന്ന് വായി തുറന്ന് പറഞ്ഞേ, ജാതികളെ നീക്കി നട്ട ദൈവം വംശങ്ങളെ നശിപ്പിച്ച് പരക്കുമാറാക്കും. ആമേൻ. നടപ്പെട്ടത് നീയാണെങ്കിൽ പരക്കുമാറാകുന്നത് നിന്റെ തലമുറയാണ്. നടപ്പെട്ട തായ്തടി നീയാണെങ്കിൽ ചില്ലകൾ വിരിക്കുന്നത് നിന്റെ തലമുറകളാണ്. ഇന്ന് പകൽ നീ തായ്തടിയാകാൻ തക്കവണ്ണ ജാതികളെ നീക്കിയ ദൈവ നിന്റെ തലമുറകൾ പരക്കാൻ തക്കവണ്ണ വംശങ്ങളെ നശിപ്പിക്കുന്ന ദൈവ പ്രവൃത്തിയുടെ അടുത്ത ഘട്ടത്തെ കരമടിച്ച അന്യഭാഷകളിൽ റിസീവ് 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 റിസീവ്. Jesus Lord, Liberia Prabashmarthoni Bere Prabashmal Katerte. Jesus. Amen. ദൈവം നട്ടു. ഞാൻ മുൻപേ പറഞ്ഞു, അപ്പോയിന്റഡ് പ്ലേസ്. ദൈവം ഒരു സ്ഥലം വേർതിരിച്ച് നമ്മളെ നടും. പക്ഷെ എല്ലായ്പ്പോഴും ദൈവം നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി നടുകയല്ല. അതിനപ്പുറം ഒരു ലെവലുണ്ട്. ഞാൻ 2 ലെവലുകളിലേക്ക് കയറാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദൈവമേ നീ അവരെ കൊണ്ടുചെന്നു തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത്, യഹോവേ നിന്നവകാശ പർവ്വതത്തിൽ and plant them in the mountain of your inheritance. എനിക്കൊരു അവകാശം തന്ന് അവിടെ എന്നെ നട്ടെന്നാണോ പറഞ്ഞത്? അല്ല, ദൈവത്തിൻ്റെ അവകാശത്തിൽ പർവ്വതത്തിൽ കൊണ്ടുവന്ന് എന്നെ നട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പറമ്പിൽ കൊണ്ടുവന്ന് എന്നെ നട്ടു. ദൈവത്തിൻ്റെ പറമ്പിൽ കൊണ്ടുവന്ന് എന്നെ നട്ടു. ഇന്ന് പകൽ എത്ര പേർ പറയുന്നു നീ നിൽക്കുന്നത് എവിടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ അവകാശ പർവ്വതത്തിൽ. ദൈവത്തിൻ്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് നിന്നെ അവകാശത്തിൽ അവരെ നട്ടു. എന്തിനാണ് ദൈവം ഈ അവകാശത്തിനകത്ത് കൊണ്ട് നട്ടതെന്നറിയാമോ? ദൈവം ഈ തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് ദൈവം എന്തോ ചെയ്തു? നമ്മളെ കൊണ്ടുവന്ന് നട്ടെന്ന്. ഇസ്രായേലിനെ കുറിച്ച് പറയുക, ദൈവ ആലയം പണിയാൻ പ്ലാൻ ചെയ്തിരുന്ന ഇടത്ത് കൊണ്ടുപോയി ഈ ജനത്തെ നട്ടു. അതിൻ്റെ ഉദ്ദേശം പിൽക്കാലത്ത് ആരാധനാ ഗീതങ്ങൾക്കകത്ത് ഭക്തൻ പറയുകയാണ്. 92-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അതിൻ്റെ 12-ാം വാക്യം നാം മുമ്പേ വായിച്ചു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും, തഴയ്ക്കുകയും വളരുകയും ചെയ്യും. അതിൻ്റെ സീക്രട്ട് എന്താണെന്നറിയാവോ? നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. 92-ാം സങ്കീർത്തനം 12-ാം വാക്യം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ ആലയത്തിൽ നടപ്പെട്ടവർ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിലും തഴയ്ക്കും. നടപ്പെട്ടത് ആലയത്തിനകത്ത പ്രാകാരങ്ങളിൽ തഴയ്ക്കും. എൻ്റെ സഹോദരങ്ങളെ, ആലയത്തിനകമെന്ന് പറയുന്നത് സ്തോത്രം, അത് പുരോഹിതന്മാർ മാത്രം കാണുന്ന സ്ഥലമാണ്. പക്ഷെ പ്രാകാരമെന്ന് പറയുന്നത് ലോകം കാണുന്ന സ്ഥലമാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, ഞാനതിനെ ഇങ്ങനെ പറയാം, സ്പിരിച്വലി നിന്നെ ദൈവം പ്ലാൻ ചെയ്താൽ സോഷ്യലി ദൈവം നിന്നെ എന്ത് ചെയ്യും? ഫ്ലറിഷ് ചെയ്യും. അതാണ് കർത്താവ് പറഞ്ഞത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, അതോടുകൂടെ നിനക്ക് സകലവും ലഭിക്കുമെന്ന്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, നീ സ്പിരിച്വലി പ്ലാൻ ചെയ്യപ്പെട്ടാൽ നീ സോഷ്യലി, നീ മെറ്റീരിയലി ഫ്ലറിഷ് ചെയ്യോ. Those that be planted in the house of the Lord shall flourish in the courts of our Lord. ഇന്ന് പകൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രത്തോളം നടപ്പെടുന്നോ അത്രത്തോളം ഞാൻ അതിനകത്ത് വേര് പിടിക്കുന്നു. അത് എൻ്റെ സോഷ്യൽ
സ്പിരിച്വൽ ലൈഫിനെ, എൻ്റെ സാമൂഹിക ജീവിതത്തെ ബാധിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരോട് ഞാൻ പറയുകയാണ്, ബി പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ബി പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ആലയത്തിൽ നടപ്പെട്ടവൻ അവൻ നാട്ടുമ്പുറങ്ങളിൽ തഴച്ചു നിൽക്കുമെന്ന് ഇന്ന് പകൽ ഞാൻ കൊച്ചു കുഞ്ഞുങ്ങൾ, യൗവനക്കാരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത്, ദൈവത്തിൻ്റെ പ്രസൻസിനകത്ത്, ദൈവത്തിൻ്റെ ആരാധനയ്ക്കകത്ത് നീ പ്ലാൻ ചെയ്യപ്പെട്ട് നിന്നാൽ, നീ ദൈവ സാന്നിധ്യത്തിനകത്ത് വേരിറങ്ങി നിന്നാൽ, സമൂഹത്തിൻ്റെ മധ്യത്തിൽ നീ ഫ്ലോറിഷ് ചെയ്ത് നിൽക്കുമെന്ന്, നീ ചെഴിപ്പോടുകൂടെ നിൽക്കുമെന്ന്. ആമേൻ. നീ ദേശത്തിൽ ഉണങ്ങി നിൽക്കത്തില്ല, നീ നാട്ടിൽ വരണ്ട് നിൽക്കത്തില്ല, നീ സമൂഹത്തിൽ ഉണങ്ങി നിൽക്കത്തില്ല, നീ സമൂഹത്തിൽ എന്ത് ചെയ്യപ്പെടോ? ആമേൻ, ഫ്ലോറിഷ് ചെയ്യുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം എന്നെ നട്ടിരിക്കുന്നുവെന്ന്, ഞാനൊരു സ്പിരിച്വൽ റലത്തിലാണെന്ന്, ഞാനൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനകത്താണെന്ന്, ഞാനൊരു ആത്മീയനാകുന്നുവെന്ന്, ഞാനൊരു ആത്മീയ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവനാണെന്ന് ഉറപ്പുള്ളവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നീ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. നീ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ആരാണ് പ്രാകാരത്തിൽ തഴയ്ക്കുന്നത്? ആലയത്തിൽ നടപ്പെട്ടവൻ. ആലയത്തിൽ നടപ്പെട്ടവൻ പ്രാകാരത്തിൽ തഴയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ കൂടെ പറയാ, സ്പിരിച്വലി പ്ലാൻ ചെയ്യപ്പെട്ടവൻ മെറ്റീരിയലി ഫ്ലറിഷ് ചെയ്യുക. ആമേൻ. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ആമേൻ. യഹോവയെ ഇടയനായി സ്വീകരിക്കുവീൻ. നിന്റെ ജീവിതത്തിൻ്റെ മുട്ടുകളെ മാറുന്നത് കാണുവാൻ കഴിയുക. ആമേൻ. ദൈവത്തിൻ്റെ അവകാശ പർവ്വതത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് നിന്ന് വളരുകയാണ്. ദൈവത്തിൻ്റെ ഇൻഹെറിറ്റൻസിനകത്ത് നിന്ന് വളരുമ്പോൾ അവൻ സോഷ്യലി ഫ്ലറിഷ് ചെയ്യുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഒന്ന്, ദൈവം നമ്മളെ എവിടെ നടുകയാകുന്നു? സ്തോത്രം. ദൈവം നമ്മളെ ഒരു അപ്പോയിൻറ്റഡ് സ്ഥലത്ത്, നമുക്ക് വേണ്ടി ഒരു സ്ഥലം വെട്ടിത്തിരിച്ച് ദൈവം നമ്മളെ അവിടെ നടുകയാണ്. രണ്ട്, ദൈവം തൻ്റെ അവകാശ പർവ്വതത്തിൽ നമ്മളെ നടുകയാണ്. എന്നാൽ ഇവിടെ രണ്ടിടത്തുമല്ല. ഉറങ്ങുന്നവരൊന്ന് വായ അടച്ചു വെച്ച് ഉറങ്ങണേ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, മൂന്നാമത് ദൈവം എവിടെയാണ് നമ്മളെ നടുന്നത്? ദൈവം നമ്മളെ നടുന്ന മൂന്നാമത്തെ ഭാഗം യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 19 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചു പിടിപ്പിക്കും. ദൈവം നീർത്തോടുകൾക്കരികെ മാത്രമല്ല നടുന്നത്, ദൈവ അവകാശ പർവ്വതത്തിൽ മാത്രമല്ല നടുന്നത്, മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് ദൈവം ചിലതിനെ നടും. ആർ യു റെഡി ടു ബി പ്ലാന്റഡ്? ആമേൻ. ഇപ്പോൾ നിങ്ങളൊക്കെ ഇതിനകത്തിരുന്ന് ചിലർ ചോദിച്ചു, ഞങ്ങൾ ആലയത്തിലൊന്നും അല്ല നടപ്പെട്ടത്, ഞങ്ങൾ അവകാശ പർവ്വതത്തിലൊന്നും അല്ല നടപ്പെട്ടത്, ഞങ്ങളുടെ ജീവിതത്തിൽ നീരുറവുകളൊന്നും ഇല്ല. എന്താ കർത്താവേ, നീ ഞങ്ങളെ ഇങ്ങനെ, ഞങ്ങളോട് ഈ വാക്യങ്ങളൊന്നും ഒക്കുന്നില്ലല്ലോ? നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂത, ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചു പിടിപ്പിക്കുമെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ദൈവം എന്നെ മരുഭൂമിയിൽ നട്ടു വളർത്തുകയാണ്. മരുഭൂമിയിൽ നട്ടു വളർത്തുകയാണ്. നീ ചോദിക്കും, കർത്താവേ, എന്നെ എന്തിനാ ഈ മരുഭൂമിയിൽ നട്ടതെന്ന്. ഞാൻ ഈ വൃക്ഷങ്ങളിലേക്ക് കടന്നു വരാം. പ്രധാനമായി 4 ഭാഗങ്ങളാണ്, ഞാനതിലേക്ക് കടന്നു വരാം. എന്നാൽ ചോദിക്കും, എന്തിനാ കർത്താവേ എന്നെ ഈ മരുഭൂമി കൊണ്ടുപോയി നട്ടത്? എനിക്ക് എന്നോട് ഇത്രയ്ക്ക് ദേഷ്യമായിട്ടാണോ? എന്നോട് കരുണയില്ലാഞ്ഞിട്ടാണോ? എന്തിനാ എന്നെ മരുഭൂമിയിൽ നട്ടത്? ഞാൻ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ പറഞ്ഞു, ദൈവം അലോട്ട് ചെയ്ത പ്ലേസിൽ, ദൈവം അപ്പോയിൻ്റ് ചെയ്ത പ്ലേസിലാണ് ഞാൻ നടപ്പെട്ടത്. ഈ കുടുംബം ദൈവം അപ്പോയിൻ്റ് ചെയ്തതാണ്. ഞാൻ ആയിരിക്കുന്ന ഇടം, ഞാനായിരിക്കുന്ന ലാൻഡ്, ഞാനായിരിക്കുന്ന ഓഫീസ് ദൈവം അപ്പോയിൻ്റ് ചെയ്തതാണെന്ന് പറയാൻ. പക്ഷേ പലർക്കും അപ്പോൾ ഒരു ആശങ്കയുണ്ടായി. ആമേൻ. ഈസ് ഇറ്റ് റിയൽ ഫോർ മീ? ഇത് എൻ്റെ ജീവിതത്തിൽ കറക്റ്റാണോ എന്ന്. ഇല്ല, നിൻ്റെ ജീവിതത്തിൽ അത് കറക്റ്റ് അല്ല. നിന്നെ ദൈവം നട്ടത് എവിടെയാണെന്നറിയാമോ? മരുഭൂമിയിൽ തന്നെയാണ്.
പക്ഷേ മരുഭൂമിയിൽ ദൈവം എന്തിനാ നട്ടതെന്നറിയാമോ? അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. 20-ാം വാക്യം അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാകുന്നു: യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നോ നാട്ടുകാരറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ ഇന്ന് പകൽ ഞാൻ അതിനെ ഒറ്റ വാക്കിൽ പറയോ, നീ പലരുടെയും മുമ്പിൽ ഒരത്ഭുത വിഷയമാകേണ്ടതിനാണ് ദൈവം നിന്നെ മരുഭൂമിയിൽ നട്ടത്. ദൈവം നിന്നെ നിർജ്ജന പ്രദേശത്ത് നട്ടത്. അംബാനിയുടെ വീട്ടിലൊരു ഇടമില്ലഞ്ഞിട്ടല്ല, അദാനിയുടെ വീട്ടിലൊരു സ്ഥലമില്ലഞ്ഞിട്ടല്ല, ടാറ്റയുടെയും ബിർളയുടെയും ഭാര്യമാരുടെ ഉദരത്തിൽ ഒരു സ്പേസ് ഇല്ലഞ്ഞിട്ടല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ജനിപ്പിച്ചത്. പകരം ദൈവത്തിനൊരു മിറക്കിൾ ചെയ്യാൻ, ദൈവത്തിനൊരു വണ്ടർഫുൾ പ്രോജക്റ്റ് ചെയ്യാൻ, ദൈവത്തിൻ്റെ കൈ ഇത് ചെയ്തുവെന്നറിയിക്കാൻ, ദൈവത്തിന് മരുഭൂമി. നമ്മുടെ ചിന്തയിൽ ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ അവകാശ പർവ്വതത്തിൽ ദൈവം നല്ല മരങ്ങളെയൊക്കെ നട്ടു, നല്ല സ്ഥലത്തൊക്കെ ദൈവം നല്ല മരത്തെ നട്ടു. മരുഭൂമിയിലെല്ലാം ദൈവം പാഴ്തടി നട്ടു. ഇങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയും, അല്ലല്ലല്ല, ഞാൻ മരുഭൂമിയിൽ പാഴ്തടിയല്ല നട്ടത്. ഞാൻ മരുഭൂമിയിൽ നട്ടത് 19-ാം വാക്യം, മരുഭൂമിയിൽ നട്ടത് 1 ദേവദാരുവാണ്, 2 ഖദിരമരമാണ്, അക്കേഷ്യയാണ്, 3 കൊഴുന്താണ്, മട്ടിൽ ട്രീ, 4 ഒലിവ് മരമാണ്, 5 ബോക്സ് ട്രീ ആണ്. ഞാൻ ഈ മരങ്ങളെയാണ് ഞാൻ എന്ത് ചെയ്തത്? മരുഭൂമിയിൽ നട്ടത്. ദേവദാരു എന്താണ്? ദേവദാരുവിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ദേവദാരു കരുത്താണ്. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ദേവദാരു കൊണ്ട് എന്തുവാ പണിയുന്നതെന്നറിയാമോ? ദേവദാരു കൊണ്ട് പണിയുന്നത് കൊട്ടാരമാണ് പണിയുന്നത്. ആമേൻ. ദേവദാരു കൊണ്ട് കൊട്ടാരം പണിയും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, മരുഭൂമിയിൽ ദൈവം ചിലരെ നട്ടു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കൊട്ടാരം പണിയാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ എക്കണോമി പണിയാൻ, രാജ്യത്തിൻ്റെ നടുതലയായി ഇരിപ്പാൻ. ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം. ആമേൻ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതിന് നിയമസഭയിലും പഞ്ചായത്തിലും ഒന്നും പോയി ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്ന് ചിലർ അങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടായിരിക്കുക. നിയമസഭയിൽ പോകാൻ കാലമായെന്ന്. പൂർവ്വപിതാക്കന്മാർക്കൊന്നും ഇല്ലാത്ത ആവേശമൊന്നും നമുക്ക് വേണ്ട. നിയമസഭയിലും പഞ്ചായത്തിലും ഒന്നുമല്ല ദൈവജനം കയറിയിരുന്ന് ശബ്ദമുയർത്തേണ്ടത്. ആമേൻ. ദൈവജനത്തിൻ്റെ ശബ്ദമുയരേണ്ടത് സ്വർഗത്തിൻ്റെ കവാടത്തിലാണ്. ആമേൻ. ഇന്ന് ചിലർ പറയുന്നുണ്ട്, നിയമസഭയിൽ നമ്മുടെ ശബ്ദം ഉയർത്താൻ പെന്തക്കോസുകാർ വേണമെന്ന്. നമ്മുടെ സഭ നിയമസഭയിലല്ല ഉയരേണ്ടിയത്. നമ്മുടെ പിതാക്കന്മാർ സെക്രട്ടേറിയറ്റ് വളപ്പിലോ കളക്ടറേറ്റിന് മുമ്പിലോ അല്ല ശബ്ദം ഉയർത്തി നമ്മളെ പഠിപ്പിച്ചത്. അറയിൽ പറയുന്നത് പുരമുകളിൽ ഘോഷിക്കുക. നിന്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ മുൻപാകെ മുഴങ്കാലിലിരുന്ന് കരയാനാ ദൈവം നിന്നെ പഠിപ്പിച്ചത്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, പെന്തക്കോസിന് നിയമസഭയിലല്ല ശബ്ദം വേണ്ടത്. പെന്തക്കോസിന് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദമാ വേണ്ടത്. കൃപ നഷ്ടപ്പെട്ട പലതും വിളിച്ചു പറയും, വെളിപ്പാട് നഷ്ടപ്പെട്ട പലതും വിളിച്ചു പറയും. പക്ഷെ നീ അതിൻ്റെ പുറകെ പോകരുത്, നീ അതിൻ്റെ പുറകെ പോകരുത്. ആമേൻ. എന്നാൽ മരുഭൂമിയിൽ ദൈവം ദേവദാരുവിനെ നടും. എന്തിനു വേണ്ടിയാണ് ദൈവം മരുഭൂമിയിൽ ദേവദാരുവിനെ നടുന്നത്? ആമേൻ. മരുഭൂമിയിൽ നിന്ന് വളർന്നു വന്നവൻ, ആമേൻ, കൊട്ടാരത്തെ പണിയാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നീ വളർന്നു വന്ന സാഹചര്യം ഏതുമായിരിക്കട്ടെ, നീ കൊട്ടാരത്തിനകത്ത് റോയൽ പ്ലേസസിൽ നിന്നെ ഇരുത്തോ. ആമേൻ. അത് കണ്ടിട്ട് നാട്ടുകാർ പറയോ, ഇത് ദൈവത്തിൻ്റെ കൈയാണ്, ഇത് ദൈവത്തിൻ്റെ കൈയാണ്. കുഞ്ഞെ, നീ നടപ്പെട്ടത് മരുഭൂമിയിലോ, മക്കളെ നീ വളരുന്നത് മരുഭൂമിയിലോ. പക്ഷേ നിന്നെക്കുറിച്ച് ഞാൻ ഇന്ന് ദൈവാലോചന കൈമാറുന്നു. യു ഷാൽ ബി ഇൻ എ റോയൽ പ്ലേസ്. നിന്നെ ദൈവം ഒരു ദേവദാരു പോലെ, കൊട്ടാരം പണിയാനുള്ള ഫലക പോലെ, ഇതാ ചില കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം ടച്ച് ചെയ്യുന്നു. നീ നടപ്പെട്ടത് മരുഭൂമിയിലാണ്, നീ നടപ്പെട്ടത് മരുഭൂമിയിലാണ്. പക്ഷേ നീ വളരാൻ പോകുന്നത്, നീ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് റോയൽ പാലസസിലാണ്, റോയൽ പാലസസിലാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. വളർന്നത് മരുഭൂമിയില്ല, വളർന്നത് മരുഭൂമിയില്ല. പക്ഷേ ഞാൻ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് കൊട്ടാരത്തിനകത്ത്.
ആമേൻ, രാപ്ഷമ പ്രവർത്താനി, അവൻ ദരിദ്രന്മാരെ പൊടിയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരോടുകൂടെ സിംഹാസനങ്ങളിൽ, കുപ്പയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരോടുകൂടെ സിംഹാസനങ്ങളിൽ. അത് IITയുടെയോ IIMന്റെയോ സർട്ടിഫിക്കറ്റിനകത്തല്ല കുഞ്ഞേ, അത് എയിംസിൽ നിന്നിറങ്ങിയ ആമേൻ ഒരു ഗ്രാജുവേഷൻ സെറമണിക്കകത്തല്ല കുഞ്ഞേ, അത് ദൈവത്തിന്റെ കൈയാണ്, അത് ദൈവത്തിന്റെ കൈയാണ്. ജീസസ്. അപ്പം മരുഭൂമിയിൽ നിന്ന് ദൈവം എന്ത് ചെയ്യും? അമ്മേ, ഞാൻ ഒറ്റ വാക്കിങ്ങനെ പറയും, മരുഭൂമിയിൽ നിന്ന് റോയൽ പ്ലേസിലേക്ക്, ഫ്രം ദ വിൽഡർനെസ്, ഫ്രം ദ ഡെസേർട്ട് ടു ദ റോയൽ പ്ലേസസ്. അമ്മേ, ക്യാൻ യു ബിലീവ്? എൻ്റെ ദൈവം എന്നെ മരുഭൂമിയിൽ നട്ടുവെങ്കിൽ ഞാനൊരു ദേവദാരുവാണ്, ഞാനൊരു ദേവദാരുവാണ്. പക്ഷെ മരുഭൂമിയിൽ ദൈവം ദേവദാരുക്കളെ മാത്രമല്ല നടുന്നത്. അടുത്തതായിട്ട് പറയുകയാണ് അക്കേഷ്യ, ഖദിരമരം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? ഖദിരമരം കൊണ്ട് നീ ഒരു, ഖദിരമരം കൊണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകരാരെങ്കിലും പറഞ്ഞേ, ഖദിരമരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കണം, ഖദിരമരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കണം. അപ്പൊ ഖദിരമരം, അക്കേഷ്യ, അതെന്തിനുപയോഗിക്കപ്പെടുന്നതാണെന്നറിയാമോ? ദൈവാലയത്തെ പണിയാൻ ഉപയോഗിക്കുന്നതാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എല്ലാം പാലസ് പണിയാനല്ല ഉപയോഗിക്കുന്നത്, എന്നാൽ ചിലർ ദൈവാലയം പണിയാനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയോ, ഞാനൊരു ദേവദാരുവല്ല, ഞാനൊരു ഖദിരമരമാണ്. ഞാനൊരു ദേവദാരുവല്ല, ഞാനൊരു ഖദിരമരമാണ്. ഐ ആം പ്രൗഡ് ടു ബി ആൻ അക്കേഷ്യ. ഞാനൊരു സെഡാറല്ല, ഞാനൊരു അക്കേഷ്യയാണ്. അമേ, എനിക്ക് ലാൻഡുകൾ, അമേ, തിരുവല്ലയിലും പത്തനംതിട്ടയും കോട്ടയത്തോ എറണാകുളത്തും ഒന്നും ഞാൻ ലാൻഡുകൾ മേടിച്ചിട്ടിട്ടില്ല. കാരണം ഞാൻ ദേവദാരുവല്ല. പക്ഷേ ഞാനൊരു ഖദിരമരമാണ്. ഞാൻ ദൈവത്തിൻ്റെ ആലയം പണിയുന്നവനാണ്. ഞാൻ ദൈവത്തിൻ്റെ സഭയെ പണിയുന്നവനാണ്. എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം കൊണ്ട്, ഞാൻ ഈ പുസ്തകം എടുത്ത് ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഭൂമിയിൽ 5 ഏക്കർ വസ്തു ഞാൻ മേടിക്കത്തില്ല. ഉറപ്പായിട്ട് ഞാൻ ഭൂമി വാങ്ങത്തില്ല. കാരണം ഞാനൊരു ദേവദാരുവല്ല, ഞാനൊരു ഖദിരമരമാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഞാൻ ചോദിക്കുന്നു, how many of you are ready to be an acacia in the world? ഭൂമിയിൽ വസ്തുവും പണവും വീടും മേടിച്ചു കൂട്ടാനല്ല, പകരം സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കാൻ, സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കാൻ. ഹേയ് സാം, നീ ഇത്ര നാളും പ്രസംഗിച്ചിട്ട് ശുശ്രൂഷിച്ചിട്ട് എന്ത് നേടി? അമ്മേ, ഞാൻ സ്വർഗത്തിൽ നിക്ഷേപം കൈവച്ചിരിക്കുന്നു. അതുകൊണ്ടാ ഭക്തൻ പാടിയത്, സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കും, സാധുവോടി വീതമായിരിക്കും, സർവേശൻ ചൊല്ലുവതെല്ലായ്പ്പോഴും, എൻ കൺകളാൽ നിന്നെ ഞാൻ നടത്തും. സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കും, സാധുവോടി വിധമായിരിക്കും, സർവേശൻ ചൊല്ലുതെല്ലായ്പ്പോഴും, എൻ കണ്ണിനാൽ നിന്നെ ഞാൻ നടത്തും. ഒത്തിരി പേർക്ക് അറിയത്തില്ല, കാരണം സ്വർഗത്തിലെ നിക്ഷേപം അത്ര ശ്രദ്ധയില്ലാത്തതാണല്ലോ. മനോഹരമായിരിക്കുന്നൊരു പാട്ടാ. സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കും, സാധുവോട് ഈ വിധമായിരിക്കും, സർവേശൻ ചൊല്ലുവതെല്ലായ്പ്പോഴും, എൻ കണ്ണിനാൽ ഞാൻ നിന്നെ നടത്തും. ഹോ അത്യാവശ്യം വന്നാൽ സ്വർണം വെച്ച്, അത്യാവശ്യം വന്നാൽ ലാൻഡ് കൊണ്ടെടുത്ത്, അത്യാവശ്യം വന്നാൽ ഡിപ്പോസിറ്റിൽ നിന്നൊരു ലോൺ എടുത്ത്, അത്യാവശ്യം വന്നാൽ അമേൻ ഡിപ്പോസിറ്റ് പൊട്ടിച്ച്. There is no such option for me, but I have one and only one option. That's the treasury of heaven. That's the treasury of heaven. That's the treasury of heaven. Amen. അപ്പോൾ മരുഭൂമിയിൽ നിന്ന് ദൈവം ദേവദാരുവിനെ ഉണ്ടാക്കും. അവർ റോയൽ പ്ലേസിലേക്ക് പോകും. മരുഭൂമിയിൽ നിന്ന് 2 ദൈവം ഖദിരമരത്തെ ഉണ്ടാക്കും. അത് പെട്ടകം പണിയും. ഈ പെട്ടകം എന്തിനെ സൂക്ഷിക്കുമെന്നറിയാമോ? പെട്ടകം കൽപ്പലകകളെ സൂക്ഷിക്കും. പെട്ടകം വെളിപ്പാടിൻ്റെ പൊൻപാത്രത്തെ സൂക്ഷിക്കും. പെട്ടകം പൗരോഹിത്യത്തിൻ്റെ തളിർത്ത വടിയെ സൂക്ഷിക്കും.
ഐ ആം പ്രൗഡ് ടു ബി ആൻ അക്കേഷ്യ. ഐ ആം പ്രൗഡ് ടു ബി ആൻ അക്കേഷ്യ. കാരണം നിയമത്തിൻ്റെ കൽപ്പലകകൾ എൻ്റെ കയ്യിലിരിക്കും, ശുശ്രൂഷയുടെ വടി എൻ്റെ കയ്യിലിരിക്കും, വെളിപ്പാടും സത്യവും എൻ്റെ കയ്യിലിരിക്കും. കാരണം ഞാൻ ഒരു ഖദിരമരമാണ്, ഞാനൊരു ഖദിരമരമാണ്. അമേൻ, അമേൻ. അപ്പോൾ 1:41-19 ദൈവം മരുഭൂമിയിൽ നിന്നൊരു ദേവദാരുവിനെ സൃഷ്ടിക്കും. 2 ദൈവം മരുഭൂമിയിൽ നിന്നൊരു ഖദിരമരത്തെ ഉണ്ടാക്കും. 3 ദൈവം മരുഭൂമിയിൽ നിന്ന് കൊഴുന്തിനെ ഉണ്ടാക്കും. ഞാൻ കൊഴുന്ത് മുമ്പും പഠിപ്പിച്ചിട്ടുള്ളതാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 14-15 വാക്യങ്ങളിൽ നിങ്ങൾ പിന്നീട് വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, റെഫറൻസിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കൊഴുന്തുകൾ അവരെപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഇസ്രായേലിൻ്റെ 7 പെരുന്നാളുകളിൽ ഒരു മനോഹരമായ പെരുന്നാളാണ് കൂടാരപ്പെരുന്നാൾ. ആ കൂടാരപ്പെരുന്നാൾ അവരുടെ ആഘോഷ പെരുന്നാളാണ്. അപ്പോൾ ഈ ആഘോഷ പെരുന്നാളിൽ ഇവർ കൂടാരമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കൊഴുന്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇവരുടെ സന്തോഷത്തിൻ്റെ അടയാളമാണ് എന്ത്? കൊഴുന്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുക, ഞാൻ മരുഭൂമിക്കകത്ത് നിന്ന് ഒരു കൊഴുന്തിനെ മുളപ്പിക്കും, മരുഭൂമിക്കകത്തുനിന്ന് കൊഴുന്തിനെ മുളപ്പിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഞാനത് മനസ്സിലാകുവാൻ തക്കവണ്ണം ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുമായിരിക്കുക, സന്തോഷത്തിൻ്റെ സാഹചര്യത്തിൽ വളർന്ന ഒരുത്തന് മാത്രമേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയത്തുള്ളെന്ന്. അങ്ങനല്ല, ബൈബിൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, മോശയ്ക്ക് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തിന് എന്തുമായിരുന്നു പ്രത്യേകത എന്നറിയാമോ? ആമേൻ. തലമുറയായി കയ്പായി കിടക്കുന്ന ഒരു മാറയെ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? മാറയെ മധുരമാക്കാൻ ഈ വൃക്ഷത്തിന് കഴിയുമായിരുന്നു. ഞാൻ ഈ വൃക്ഷത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചോ, വൃക്ഷം, നീ ഏത് വെള്ളം കുടിച്ചിട്ടാണ് ഈ മാറയെ മധുരമാക്കാനുള്ള കഴിവ് നിനക്ക് കിട്ടിയത്? ആ വൃക്ഷം എൻ്റെ അടുക്കലല്ല, നിങ്ങൾ ആരുടെ അടുക്കലായിരുന്നാലും ഞാൻ പറയാം, ആമേ, ഞാൻ യാദൃശ്ചിക എന്ന് കരുതി എന്നെ കൊണ്ടിട്ടത് എവിടെയാണെന്നറിയാമോ? ഞാൻ വന്ന് വീണത് ഈ മാറയുടെ തീരത്താണ്. ആമേ, ഇന്ന് വരെ എൻ്റെ ആയുസിൽ ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വെള്ളമേ കുടിച്ചിട്ടുള്ളൂ. ഏത്? മാറയുടെ കയ്പ് വെള്ളം. ഇന്ന് വരെ മാറയുടെ തീരത്ത് മോശ കണ്ട വൃക്ഷത്തിൻ്റെ അടുക്കൽ ചോദിച്ചേ, ഹേയ് വൃക്ഷമേ, ഇന്ന് വരെ നീ മധുരമുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ മധുരമുള്ള വെള്ളം കുടിച്ചിട്ടില്ല. സാധാ വെള്ളം കുടിച്ചിട്ടുണ്ടോ? ഇല്ല, സാധാ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. ആയുസ്സിൻ്റെ ഇത്ര കാലോ ഈ വൃക്ഷം എന്ത് തന്നെ കുടിച്ചുകൊണ്ടിരുന്നതെന്നറിയാമോ? മാറായെ കുടിച്ചുകൊണ്ടിരുന്നോ? ആമേൻ. ഇസ്രായേലിന് ഒരു തുള്ളി ഇറക്കാൻ പറ്റാത്ത ഈ മാറയുടെ വെള്ളത്തെ, ആമേൻ, ഈ മാറയുടെ കയ്പുകാടിയെ, ആമേൻ, ഈ വൃക്ഷം, ഒരു വൃക്ഷമെങ്കിൽ മിനിമം ഒരു 20 വർഷമെങ്കിലും ഇല്ലേ? ആമേൻ, അങ്ങനെയെങ്കിലും ഇരുന്നോട്ടെ, അല്ലെ ഒരു 50 വർഷം. ഈ 20 വർഷമോ 50 വർഷമോ കയ്പല്ലാതെ വേറെ ഒന്നും കുടിച്ചിട്ടില്ലാത്ത ഈ വൃക്ഷം ഇപ്പോൾ, ആമേൻ, ഈ മാറയിലേക്കൊന്ന് ചാഞ്ഞപ്പോൾ മാറ മധുരമായി. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം ദൈവപൈതലേ, നീ ഒത്തിരി മാറ കുടിച്ചത് ചില മാറായെ മധുരമാക്കാൻ വേണ്ടിയാണ്. നീ ഒത്തിരി മാറ കുടിച്ചത് ചില മാറായെ മധുരമാക്കാൻ വേണ്ടിയാണ്. ഞാൻ മാറ കുടിച്ചത് കൊണ്ട് ഞാനും ഒരു മാറയായി തീരത്തില്ല. നീ ഒത്തിരി കഷ്ടം സഹിച്ചോ, നീ ഒത്തിരി നിന്ന സഹിച്ചോ, നീ ഒത്തിരി അപമാനം സഹിച്ചോ, പക്ഷേ നീ ഒരു മാറയായി തീരത്തില്ല. നിന്നെ കൊണ്ട് ദൈവം ചില മാറയെ മധുരമാക്കിക്കുക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേ, ഒത്തിരി വെറുപ്പ് നീ അനുഭവിച്ചവനാ, പക്ഷെ നീ ഒത്തിരി പേർക്ക് സ്നേഹം കൊടുക്കോ. ഒത്തിരി പകയും വിദ്വേഷവും നീ അനുഭവിച്ചവനാ, പക്ഷേ നീ ഒത്തിരി പേരെ കൈത്താങ്ങോ. ഒത്തിരി നിന്നയും അപമാനവും നീ ഏറ്റതാ, പക്ഷെ ഒത്തിരി പേരെ നീ മാനിക്കുവാൻ കാരണമായി തീരോ. മാറയുടെ കയ്പുകാടിയിൽ നിന്ന് കയറി വന്ന വൃക്ഷമേ, നിനക്ക് മധുരത്തെ നൽകാൻ കഴിയോ? ഇന്ന് പകൽക്കാലം മരുഭൂമിയിൽ നിന്നൊരു ദേവദാരു, മരുഭൂമിയിൽ നിന്ന് സ്തോത്ര ഒരു ഖദിരമര, മരുഭൂമിയിൽ നിന്നൊരു കൊഴുന്ത്, 4 മരുഭൂമിയിൽ നിന്ന് എന്താണെന്നറിയാമോ? ഒരു ഒലിവ് വൃക്ഷം. ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒലിവിനകത്തുനിന്ന് എന്തുണ്ടാകുക? ഒലിവിനകത്തുനിന്ന് തൈലമുണ്ടാകുക. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ, രാജാക്കന്മാരെ, പുരോഹിതന്മാരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, ആമേൻ, ഇമ്പാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു
അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ. നിന്നെ ദൈവം നട്ടത് മരുഭൂമിയിലാണ്, പക്ഷേ നിന്നെ നട്ടത് ആരായിട്ടാണെന്നറിയാമോ? ഒരു ഒലിവ് വൃക്ഷമായിട്ടാണ് നട്ടത്. മരുഭൂമിയിൽ നടപ്പെട്ട ഒലിവ് വൃക്ഷമേ, നീ ചില രാജാക്കന്മാരെ ജനിപ്പിക്കുക, നീ ചില അഭിഷക്തന്മാരെ ജനിപ്പിക്കുക. നിന്റെ അകത്തൊരു ശുശ്രൂഷ കിടപ്പുണ്ട്. നീ ചിലരുടെ മേൽ തൊട്ടാൽ, നീ ചിലരുടെ മേൽ വീണാൽ, അവരുടെ ശുശ്രൂഷ, അവരുടെ നിലവാരം മാറും. അടുത്തത് സരളവൃക്ഷവും പുന്നയും, അമേൻ, പൈൻമരവും. അമേൻ. ഞാനതിനെ ഇങ്ങനെ പറഞ്ഞ് വേഗത്തിൽ പൂർത്തീകരിക്കാം. പൈൻമരം അലങ്കാര വൃക്ഷമാണ്. മരുഭൂമിക്കകത്ത് ദൈവം പൈൻമരത്തെ നട്ടെന്തിനു വേണ്ടിയെന്നറിയാമോ? അലങ്കാരത്തിന് വേണ്ടി. സരളവൃക്ഷം, ബോക്സ് ട്രീ, അതെന്തിനു വേണ്ടിയാണ് നട്ടതെന്നറിയാമോ? സ്തോത്രം. അതുകൊണ്ടാണ് വീടുകൾ പണിയുന്നത്. ടു ബി എ ഹോം മേക്കർ, അനേക വീടുകളെ പണിയുവാൻ, അനേക കുടുംബങ്ങളെ രക്ഷിക്കുവാൻ. ഇന്ന് പകൽക്കാലം ഞാൻ സമയ ചുരുക്കം കൊണ്ട് വേഗത്തിൽ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. ദൈവം ഒന്ന്, നമ്മളെ ഒരു അപ്പോയിൻറ്റഡ് പ്ലേസിൽ നടോ. രണ്ട്, ദൈവം നമ്മളെ ഒരു അവകാശ പർവ്വതത്തിൽ നടോ. മൂന്ന്, ദൈവം നമ്മളെ ഒരു മരുഭൂമിയിൽ നടോ. പക്ഷേ എവിടെ നട്ടാലോ ദൈവത്തിന് അതിൻ്റെ പിമ്പിൽ ഒരു പദ്ധതിയുണ്ട്. ഒരു അപ്പോയിൻറ്റഡ് പ്ലേസിൽ നട്ടാൽ അതിനകത്ത് ദൈവം ജാതികളെ നീക്കി വംശങ്ങളെ നശിപ്പിച്ച് നമ്മളെ ദൈവം അവിടെ മാനിക്കുക. ആമേൻ. യഹോവയുടെ ആലയത്തിൽ നട്ടാൽ ഒരു ശുശ്രൂഷ നമുക്ക് നൽകുക. മരുഭൂമിയിൽ നട്ടാൽ നമ്മൾ ഒരു അത്ഭുതമായി മാറ്റപ്പെടുക. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, നമ്മൾ എവിടെ നട്ടുപ്പെട്ടു എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു എന്നുള്ളത് അർത്ഥം. ഞാനത് എങ്ങനെ സംഭവിക്കുക, ഞാൻ വേഗത്തിൽ അതിലേക്ക് പൂർത്തീകരിക്കുകയാണ്. 1-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നത് ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ആറ്റരികത്ത് നടപ്പെട്ടിരിക്കുമെന്നല്ല പറഞ്ഞത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. അവൻ എവിടെ നടപ്പെട്ടാലും അവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ആറ്റരികത്ത് നട്ടതുപോലെ ഇരിക്കുക. അപ്പം മരുഭൂമിയിൽ നടപ്പെട്ടതായാലും ആളിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ഇവൻ ആറ്റരികത്ത് നട്ടതുപോലെ ഇരിക്കുക. ഇവൻ ഏത് കാട്ടിൽ നടപ്പെട്ടതായിരുന്നാലും ആളിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? മരുഭൂമിയിൽ നടപ്പെട്ടതുപോലെ ഇരിക്കുക. നിന്റെ ഗെറ്റപ്പ്, ഗ്ലോറി, അത് ദൈവത്തിൻ്റെ ദാനമായിരിക്കുമെന്ന്. അമ്മേ, അടുത്തിരിക്കുന്നവരുടെ അടുക്ക കൈ കൊടുത്തിട്ട് ചോദിച്ചേ, എന്നെ കണ്ട ആറ്റരികത്ത് നട്ടതുപോലെ ഇരിക്കുന്നില്ലയോ എന്ന് ഒന്ന് ചോദിച്ചേ. എന്നെ കണ്ട ആറ്റരികത്ത് നട്ടതാണെന്ന് തോന്നുന്നില്ലേ? എന്നെ കണ്ട ഞാൻ എന്നെ മരുഭൂമിയിലാണ് നട്ടതെന്ന് ആരേലും പറയുമോ? എന്നെ കണ്ട ഏതോ കുഗ്രാമത്തിലാണ് നട്ടതെന്ന് ആരേലും പറയുമോ? എന്നെ കണ്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തടത്ത നട്ടതെന്ന് ആരേലും പറയുമോ? ആരും പറയത്തില്ലെന്ന് പറഞ്ഞാട്ടെ. നിന്നെ കണ്ടാ പറയോ എന്താണ്? നിന്നെ നട്ടത് എവിടാ? ആറ്റരികത്താണ് നട്ടത്. അമ്മേ, നീ എവിടെ നടപ്പെട്ടവനായാലും നിന്റെ ബാക്ക്ഗ്രൗണ്ട് ലോകത്തിൽ ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുപോലെ ദൈവം നിന്നെ മാനിക്കുക. അമ്മേ, നിന്നെ കണ്ട ആരേലും പറയുമോ നീ മരുഭൂമി നടപ്പെട്ടവനാണെന്ന്? നിന്നെ കണ്ട ആരേലും പറയുമോ നീ ഈ പരുവത്തിലൊക്കെ പോയവനാണെന്ന്? ഒരുത്തനും വിശ്വസിക്കത്തില്ലെന്നേ. കാരണം ദൈവം നിന്റെ ലെവല് മാറ്റി വെച്ചിരിക്കുക. ദൈവം നിന്റെ മുഖരൂപം മാറ്റി വെച്ചിരിക്കുക. ദൈവം നിന്റെ മേളിൽ ഒരു ഗ്ലോറി ഇട്ട് വെച്ചിരിക്കുകയാ. എന്നെ കണ്ട ആറ്റരികത്ത് നട്ടപോലിരിക്കും. എന്നെ കണ്ട ആറ്റരികത്ത് അട്ടപോലിരിക്കും. എവിടെ നടപ്പെട്ടാലും എന്നെ കണ്ട എന്തെങ്കിലും ഇരിക്കും, ആറ്റരികത്ത് അട്ടപോലിരിക്കും. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അതിൻ്റെ 1-ാം വാക്യം തുടങ്ങി പറയുകയാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 1-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാവോ? ചെയ്യരുത്, 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 ചെയ്യരുത്. 2-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാവോ? ചെയ്യണം, ചെയ്യണം, ചെയ്യണം. എൻ്റെ സഹോദരങ്ങളെ, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്താലും മാത്രമേ എന്താകത്തുള്ളൂ? നമ്മൾ ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ ആയിരിക്കത്തുള്ളൂ. ആമേൻ. ആലോചന, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ആമേൻ. ഇരിപ്പും നടപ്പും കിടപ്പും ശോധന ചെയ്ത്, ആമേൻ, ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട ഇടത്ത്, വേർപെടേണ്ട ഇടത്ത് നീ വേർപെടണം. 2, ആമേൻ, ഈ വേർപാടൊക്കെ കഴിഞ്ഞിട്ട് വേണം ആദ്യം വേർപെടണം. എന്നിട്ട് എന്ത് വേണമെന്നറിയാമോ? ആമേൻ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയോ, അവൻ്റെ ന്യായപ്രമാണം
പ്രമാണത്തെ ധ്യാനിക്കുകയും ചെയ്യണം. ഞാനതിനൊരു ഭാഗം നിങ്ങളെ പഠിപ്പിക്കുക. ആമേൻ. അത് പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലേവ്യ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. 3-ാം വാക്യത്തിൽ പറയുകയാണ്, ആമേൻ, കുളമ്പ് പിളർന്നിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. പക്ഷേ അടുത്ത ഭാഗം 4-ാം വാക്യത്തിൽ പറയുകയാണ്, ആമേൻ, 4-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അയവിറക്കുന്നവയെങ്കിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്ത ഇവ. ആമേൻ. എന്ന് പറഞ്ഞാൽ മുഖം മാത്രം നോക്കി തീരുമാനം എടുക്കരുത്, കാലും കൂടെ നോക്കി തീരുമാനം എടുക്കണം. കാല് മാത്രം നോക്കി തീരുമാനം എടുക്കരുത്, മുഖം കൂടെ നോക്കി തീരുമാനം എടുക്കണം. ഒട്ടകത്തെ കണ്ട എപ്പോഴും അയവിറക്കിക്കൊണ്ടിരിക്കും. പക്ഷേ കുളമ്പ് പിളർന്നതല്ല. ഒട്ടകം എപ്പോഴും ബൈബിൾ വായിക്കുകയും ഒട്ടകം എപ്പോഴും പ്രാർത്ഥിക്കുകയും ഒട്ടകം എപ്പോഴും പാസ്റ്റർ യൂണിഫോമിലൊക്കെ നടക്കും. ഒട്ടകത്തെ കണ്ടാലേ പരമ മാന്യനായിരിക്കും. പക്ഷെ കുളമ്പ് എന്ത് ചെയ്തിട്ടില്ല? പിളർന്നിട്ടില്ല. നീ അങ്ങ് മാറ്റിയേക്കണം. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുകയാണ്, കുഴിമുയൽ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. മുയൽ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് പിളർന്നതായി, കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെയെങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. അയ്യോ, ആ പുള്ളി ഒരു ദോഷത്തിനും പോകുന്നില്ല, നല്ല മനുഷ്യനാണേ, പക്ഷെ നിനക്കത് അശുദ്ധമാണ്. അയ്യോ, ആ പുള്ളിയെ പോലെ പ്രാർത്ഥനക്കാരനില്ല, എല്ലാ പ്രാർത്ഥനയ്ക്കും വരും, കൈയടിക്കും, പുള്ളിയുടെ ഹല്ലേലൂയയും പുള്ളിയുടെ പാട്ടും കേട്ടാൽ തന്നെ എന്തൊരു ബഹളമാണെന്നേ. നോ, നീ മുഖം മാത്രം നോക്കരുത്, നീ കാല് മാത്രം നോക്കരുത്, മുഖവും കാലും കൂടെ നോക്കണം. അവൻ അയവിറക്കുകയും വേണം, കുളമ്പ് പിളരുകയും ചെയ്യണം. ലൈഫ് ഓഫ് സെപ്പറേഷൻ, ലൈഫ് ഓഫ് സാങ്ക്ടിറ്റി ആൻഡ് ദ മെഡിറ്റേഷൻ ഇൻ ദ ലോർഡ്, ഇൻ ദ വേർഡ്, ഇൻ ദ സ്പിരിച്വാലിറ്റി. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യപ്പെടണം? അലൈൻ ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ നീ എന്തോ പോലെ ഇരിക്കത്തുള്ളൂ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആമേൻ. അയവിറക്കുകയും വേണം, അയവിറക്കുകയും ചെയ്യണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പവർ വിഷൻ തന്നെ കേട്ടോണ്ടിരിക്കുക. പക്ഷെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പവറാ. നോ നോ നോ, അയവിറക്കുകയും കുളമ്പ് പിളർന്നിരിക്കുകയും വേണം. ജീസസ്. പാസ്റ്ററെ എല്ലാ പ്രസംഗവും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന കൊച്ച് വിളിക്കുന്നുണ്ട്, ഒരേ ഉറവയിൽ നിന്ന് നോ, നീ അയവിറക്കുമ്പോൾ തന്നെ നിന്റെ കുളമ്പ് പിളർന്നിരിക്കട്ടെ. കുളമ്പ് പിളർന്നിരിക്കുമ്പോൾ തന്നെ അയവിറക്കട്ടെ. സ്തോത്രം. അവിടെയാണ് എന്തു സംഭവിക്കുന്നത്? നീ ആറ്റരികത്തെ വൃക്ഷം പോലെ ദൈവം നട്ടതിൻ്റെ പ്രത്യേകത. യെരമ്യാ പ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 8-ാം വാക്യം, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെയായിരിക്കും. നീ എവിടെ നട്ടപ്പെട്ടാലും, നീ എവിടെ നടപ്പെട്ടാലും, നീ വെള്ളത്തിനരികെ നിൽക്കുന്നത് പോലെ നിൽക്കും, ആറ്റരികത്ത് നിൽക്കുന്നത് പോലെ നിൽക്കും. ആമേൻ. പക്ഷേ നീ ഉഷ്ണത്തിൽ പേടിക്കത്തില്ല, നിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും നിനക്ക് വാട്ടം തട്ടുകയില്ല. കാരണം നീ എന്ത് ചെയ്യുന്നവനാ? ദൈവത്തിൽ ആശ്രയിക്കുന്നവനാ.